നമസ്കാരം. സെലിബ്രിറ്റികളെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിൽ പലരും ഏറ്റവും ആഗ്രഹിക്കുന്നത് അവരുടെ ആ മെലിഞ്ഞ ശരീര പ്രകൃതി കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആളുകൾ പല വഴികളും തേടാറുണ്ട്. ഇതിൽ അടുത്തിടെ ഏറെ പ്രചാരം കിട്ടിയ ഒന്നാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. കൃത്യമായ ഇടവേളയിൽ ഭക്ഷണം കഴിച്ച് ബാക്കി സമയങ്ങളിൽ ഉപവാസം എടുക്കുന്ന രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉപവാസമാണ് ഇതിൽ പ്രധാനം. ഒരാൾ പ്രത്യേകം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നും മറ്റു ചിലത് കഴിക്കണമെന്നും പറയുന്നത് പോലുള്ള ഡയറ്റിംഗ് രീതിയല്ല ഇത്. എന്ത് കഴിക്കണം എന്നതിനല്ല ഇതിൽ പ്രാധാന്യം നൽകുന്നത്, പകരം നിങ്ങൾ എപ്പോൾ കഴിക്കണം എന്നതിനാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ മാർഗം സ്വീകരിക്കണമെന്നില്ല. എല്ലാവർക്കും ഒരേ തലത്തിലായിരിക്കില്ല ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സമയപരിധി തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് രാവിലെ 11 മുതൽ വൈകുന്നേരം 6 വരെ. ഇപ്പോൾ ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഇത് കൂടുതൽ ലളിതമാക്കാൻ ഈ കാലയളവിനുള്ളിൽ 3 പോയിന്റുകൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് രാവിലെ 11 മണി, ഉച്ചയ്ക്ക് 2 മണി, വൈകിട്ട് 6 മണി. ഈ സമയത്ത് നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുക. വൈകുന്നേരം 6-നും 11-നും ഇടയിൽ നിങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല, പക്ഷെ ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കാം. എന്നാൽ പാലും പഞ്ചസാരയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉപവാസത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാം. ഉദാഹരണത്തിന് രാവിലെ 10 മുതൽ രാത്രി 8 വരെയുള്ള സമയം ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കാം. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ രാവിലെ 11 മുതൽ വൈകുന്നേരം 6 വരെ എന്ന വിൻഡോയിലേക്ക് നമുക്ക് പോകാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പല പാറ്റേണുകളും ഉണ്ട്. ഏറ്റവും പ്രചാരമുള്ളത് 16/8 എന്ന രീതിയാണ്. 5:2 ഡയറ്റ്, ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ്, ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഉപവാസം എന്നിവയാണ് മറ്റ് പാറ്റേണുകൾ. 16/8 രീതി എന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണ രീതി തന്നെയാണ്. എല്ലാ ദിവസവും 14 മുതൽ 16 മണിക്കൂർ വരെ ഉപവസിക്കുന്നതും നിങ്ങളുടെ ഭക്ഷണ വിൻഡോയെ 8 മുതൽ 10 മണിക്കൂറായി പരിമിതപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഭക്ഷണ വിൻഡോയിൽ 3-4 ഭക്ഷണം കഴിക്കാം. ഇനി ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ 24 മണിക്കൂർ ഉപവസിക്കണം. ഉദാഹരണത്തിന് ഒരു രാത്രി അത്താഴത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. നിങ്ങൾ കഴിക്കുന്ന അടുത്ത ഭക്ഷണം അടുത്ത ദിവസത്തെ അത്താഴമായിരിക്കണം. ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനായി 2 പ്ലേറ്റ് കൂടുതൽ കഴിക്കാൻ തോന്നുന്നില്ലേ? എങ്കിൽ ഇതൊന്നും ഒന്നുമല്ല 5:2 ഡയറ്റിന് മുന്നിൽ. ഇതല്പം കടുപ്പമാണ്, കാരണം അതിൽ കലോറി കണക്കുകൂട്ടലുകൾ കൂടെ ഉൾപ്പെടുന്നുണ്ട്. ആഴ്ചയിലെ തുടർച്ചയായ 2 ദിവസങ്ങളിൽ ഏകദേശം 500-600 കലോറി അടങ്ങുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ നിങ്ങളുടെ സാധാരണ ഭക്ഷണക്രമം പിന്തുടരുക. നല്ല മനക്കരുത്ത് വേണം ഇതൊക്കെ ഫോളോ ചെയ്യാൻ. മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഫാസ്റ്റിംഗ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ആഹാരം കഴിക്കുന്ന രീതിയാണ്. ഈ 4 ഭക്ഷണ രീതികളിൽ 16/8 രീതി പിന്തുടരുന്നതാണ് ആളുകൾക്ക് കൂടുതൽ എളുപ്പം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ശരീരത്തിലെ സമ്മർദ്ദവും വീക്കവും കുറയ്ക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇടയ്ക്കിടെയുള്ള ഫാസ്റ്റിംഗ് ദിവസം മുഴുവൻ അൺഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇടയ്ക്കിടെയുള്ള ഫാസ്റ്റിംഗ് ഹൃദയത്തിന് നല്ലതാണെന്നും തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണെന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പക്ഷെ നല്ല ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണിത്. കൂടാതെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ അളവുകളൊക്കെ നന്നായി ശ്രദ്ധിക്കുകയും വേണം. ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായും കലോറി കുറയുന്നു. എന്നിരുന്നാലും ഏതു തരത്തിലെ ഫാസ്റ്റിംഗ് രീതി സ്വീകരിക്കുന്നതിന് മുൻപ് നല്ലൊരു ഡയറ്റീഷ്യന്റെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ബോഡിക്കും യോജിച്ച ഭക്ഷണ രീതി മനസ്സിലാക്കാൻ ഇതുവഴി നമുക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും ആരോഗ്യപരമായ കലോറി കുറയ്ക്കാൻ ശ്രദ്ധിച്ചോളൂ. വാർത്തയുടെ നിറം തേടി തനി നിറം.